അടി അതൊക്കെ ഓണ കേക്കുള്ളവര് ക്യാമറ നോക്കി പറ. ആക്രിയാണ് ഇഷ്ടം എന്നെ പോലെ. ഇന്ന് പറഞ്ഞ നമ്മൾ പോവാനല്ലല്ലോ. എന്തിനാ വന്നത് ഇന്ന്? ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കൊറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലേ? അതിനൊക്കെ ഉത്തരം പറയണ്ടേ? ഓക്കെ, അപ്പൊ കാശിക്കുണ്ട് എന്തിനാ വന്നേക്കണേ? റെഡി ആവാനാ? അല്ല, കാശിക്കുണ്ടിനോട് കൊറേ ചേച്ചിമാരും ചേട്ടന്മാരും കൊറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരം പറയാൻ പോവല്ലേ? മോളിൽ ചാടിയിട്ട് പറയണ്ട. യെസ് പറ. Are you ready? ചോദിച്ചേ, are you ready? ചോദിച്ചേ. ചോദിച്ചാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അവിടെ നിന്ന് ചോദിക്കും. Are you ready? ചോദിക്കേ. അച്ഛനും കൂടി വന്നിട്ടുണ്ട് ആൻസർ ചെയ്യാൻ. നമുക്ക് അവിടെ പോയിരിക്കാം. എവിടെ ഇരിക്കണേ? ഇവിടെ. കേറിയിരിക്കേ. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പോസ്റ്റ് നമ്മൾ 2 ദിവസം മുമ്പ് ഇട്ടേക്കണാണ്. താഴേക്ക് നോക്കിക്കോ. ഓക്കെ, ആശുക്കുട്ടിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ഇരിക്കണ്ടേ? ഞാനിരിക്കണ കാശി? അച്ഛക്കൊരു ഉമ്മോടത്തെ ഉമ്മോടത്തെ ഉമ്മ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങാം. അപ്പൊ നമ്മള് തുടങ്ങിയണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഏട്ടാ? കാശിക്കുട്ടന്റെ ഫേവറേറ്റ് കാർട്ടൂൺ. കാശിക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ എന്താ? അവിടെ നോക്കി പറ. ദിനോസറും മാഷമ്പേറും ദിനോസറാണ് ഇഷ്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറ. കാശിക്കുട്ടന്റെ ഫേവറേറ്റ് കളർ ഏതാ? ഇഷ്ടമുള്ള കളർ ഏതാ പൊന്നിന്? അവരെ നോക്കി പറയണോട്ടാ. ഇഷ്ടമുള്ള കളർ ഏതാ? കളർ ഏതാ? ക്യാമറ നോക്കി പറ. മഞ്ഞയാണ് മഞ്ഞയും പച്ചയാണ് ഇഷ്ടം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. അച്ഛൻ നോക്കട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. അച്ഛൻ നോക്കട്ടെ, എന്നിട്ട് വായിക്കാം നമുക്ക്. കാശിക്കുട്ടന് ആരാകാനാ ഇഷ്ടം? കാശിക്കുട്ടിന് വലുതാവുമ്പോ ആരാവണം? അച്ഛനെ പോലെ ശക്തിമാനാവണോ? ആരാവനാ ഇഷ്ടം? സൂപ്പർമാൻ ആവാനാണ് ഇഷ്ടം. പിന്നെ അടുത്തത് അവനെ ലാപ്ടോപ്പിൽ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ. കാശിക്കുട്ടന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? ഇഷ്ടമുള്ള ഫുഡ് ഏതാ കാശിക്കുട്ട? അവിടെ നോക്കി പറഞ്ഞോട്ടോ. അവിടെ നോക്കി പറ. ഇഷ്ടമുള്ള ഫുഡ് ഏതാ? മഞ്ഞക്കറി ബിരിയാണി. കുമ്പളങ്ങ കറിയാണ്ട ഉദ്ദേശിച്ചു. മഞ്ഞക്കറി കറി ഇഷ്ട. ബിരിയാണി. പിന്നെ വേറൊരു സാധനം ഇഷ്ടമാണല്ലോ, കടയിൽ പോയി തിന്നണത്. ബ്രോസ്റ്റ് ഇഷ്ടമുള്ള കേട്ടോ. അവിടെ നോക്കി പറയും ബ്രോസ്റ്റ് എങ്ങനെ തിന്നണെന്ന് കാണിച്ചേ. അവിടെ നോക്കി പറ. ചിക്കൻ കാലം എങ്ങനെ പറിച്ച് തിന്നണേ? ചിക്കനും. കാശിക്കുട്ടന് അടുത്തത് അച്ഛനെയാണോ അമ്മേനെയാണോ ഇഷ്ടം? അമ്മേനെ ഇഷ്ടാണ്. ഓക്കെ, അടുത്തതോ? കാശിക്കുട്ടന് ഇഷ്ടം പഠിക്കാനാണോ കളിക്കാനാണോ? കാശിക്കുട്ടിന് പഠിക്കാനാണോ കളിക്കാനാണോ ഇഷ്ടം? പറയേ. കാശിക്കുട്ടിന് കളിക്കാനാണോ പഠിക്കാനാണോ ഇഷ്ടം? കളിക്കാനും പഠിക്കാനും ഇഷ്ടം. എന്റെ മോന് ചുണ്ടരി. അടുത്തതോ? അയ്യോ, മൈക്ക് ഉണ്ടടാ. മൈക്ക് പോയാ? മൈക്ക് വേണ്ട എന്ന് പറഞ്ഞു കാശിക്കുഞ്ഞിന്. വെക്കണോ? മൈക്ക് വേണ്ടല്ലോ. വെച്ചാണോ മൈക്ക്? കാണാനുള്ള. കാശിക്കുട്ടന്റെ പേര് പറഞ്ഞേ. കാശിന്റെ പേര് പറഞ്ഞേ. ഫുൾ പേരെന്താ?
കാശി കൃഷ്ണ. അവരെ നോക്കി പറയേ. കാശിക്കുട്ടന്റെ അമ്മയുടെ പേരെന്താണ്? അമ്മന്റെ പേരെന്താ? അറിഞ്ഞൂടാ. കാശിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്താ കാശിക്ക്? അമ്മ പറഞ്ഞു കൊടുക്ക്. അതൊക്കെ ഓക്കെ. അമ്മയുടെ പേരൊന്ന് പറഞ്ഞേ. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് അറിയില്ല. കണ്ടാ ഗൈസ്, അച്ഛന്റെ പേര് പറഞ്ഞു. എന്റെ പേര് എന്താ? കൃഷ്ണ. എന്റെ പേരിന്റെ കൂട്ടത്തിലാണ്, ചെറുക്കന്റെ കൂട്ടത്തില് എന്റെ പേര് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാശി കൃഷ്ണ എന്ന്. എന്റെ പേര് ചോദിക്കുമ്പോ അവൻ എനിക്ക് അറിഞ്ഞൂടാന്ന് പറയും. അടുത്തത് കൃഷ്ണ പറഞ്ഞേ. നമ്മുടെ പേരെന്താ? കാശി കുഞ്ഞിന്റെ പേരെന്താ? കാശി കൃഷ്ണ അറിയാം പിള്ളക്ക്. അടുത്തത് കാശിക്ക് ഇഷ്ടം സൗദിയാണോ അതോ നമ്മുടെ ആലുവയാണോ ഇഷ്ടം? ആലുവയല്ല, പെരുമ്പാവൂരാണ്. ഇഷ്ടമാണ്. സൗദിയോ? എല്ലാം ഇഷ്ടം. അവരെ നോക്കി പറയേ. അവിടെ നോക്കി പറ ക്യാമറയില്. സൗദിയിലെ വീട് ഇഷ്ടാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ? നമുക്ക് ഫോൺ നോക്കാട്ടാ. ഒരു പാട്ട് പാടാവോ കാശി? കാശി ജോണി ജോണി ഒന്ന് പാടിയേ. ജോണി ജോണി പാടി. ൊന്നും പറയില്ല, അയ്യോ പറയുള്ളൂ. കാരണം അവന് പഞ്ചസാര തിന്നണം. കിട്ടി മൈക്ക് കിട്ടി. കാശി മൈക്ക് താഴെ ഇട്ട് ഗ്യാപ്പിലേക്ക് ഇട്ട് ഇങ്ങനെ കയറ്റിയിടാം നമുക്ക്. അപ്പൊ കയറിയിരുന്നോ? എന്നാ മൈക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാ മൈക്ക് വേണ്ട, ഇരുന്നോ. മൈക്ക് വേണ്ടെങ്കിൽ ഇരുന്നോ. ഇരിക്കി. കാശിക്കുട്ടൻ എന്നാ ഇതൊന്നും പറയണില്ല കേട്ടാ. ഒന്നും പറഞ്ഞുതരാൻ പോണില്ല. അമ്മയുടെ പുറകിലിരിക്കണം കേട്ടാ കാശി, അല്ലേ? അൻസാന ഒന്ന് പറഞ്ഞു കൊടുത്തേ അവർക്ക്. ഇതൻസാന സ്പാനർ അല്ലല്ലോ ഇത്. ഹാങ്ങർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാട്ടോ. കാശിക്ക് അമ്മേനെ പോലെ പെയിന്റ് അടിക്കാനൊക്കെ ഇഷ്ടമാണോ? അവരെ നോക്കി പറയണം. ഇഷ്ടാണ്. കാശിക്കുട്ടിന് ലവ് ഫ്രം കോഴിക്കോട് എന്നുണ്ട്. ലവ് യു ടു എന്ന് പറഞ്ഞേ. ലവ് യു ടു പറഞ്ഞേ. ഒന്ന് പറയടോ. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ആരാധ്യ. പാട്ട് ഇഷ്ടാണ്. റീൽസ് ഉണ്ട് കേട്ടാ. പിന്നെ ആരാധ്യ ഒന്ന് പാടിയേ. ആരാധ്യ ഒന്ന് പാടി. തുടിപ്പില്. വേറൊരു പാട്ട് പാടും അച്ഛനും കൊച്ചും കൂടി. ഏത് പാട്ടാ അത് പാടണേ? ഹീരിയ പാടിയേ, അച്ഛനും പിള്ളേം കൂടി. ഹീരിയ പാടിയേ. മര്യാദക്ക് പാട്. ഇത് മാറ്റി വെച്ച് വേറൊരു സാധനം തരാം. ഹീരിയ പാടിയേ. അങ്ങനെയല്ല, മര്യാദക്ക് പാടൂല കാശിക്കുഞ്ഞ്. ഹീരിയേ ഹീരിയേ അതൊക്കെ പാടൂല. പാടിയേ. ഓക്കെ, അത് കഴിഞ്ഞ്. അമ്മ ഉണ്ടാക്കി വെച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാ കാശിക്കുട്ട? കാശിക്കുട്ട അമ്മ ഇവിടെ കൊറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അല്ല, ഏറ്റവും ഇഷ്ടമുള്ള എണീച്ചിരിക്കേ. വേറൊരു സാധനം തരാം. അമ്മ വേറൊരു സാധനം തരാം കാശിക്ക്. ഇത് കാശിയുടെ കയ്യിൽ കുത്തിക്കോളൂ. അമ്മ വേറൊരു സാധനം തരാം കാശിക്ക്. ഏറ്റവും ഇഷ്ടമുള്ള അമ്മ ഉണ്ടാക്കിയത് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഭക്ഷണമല്ല, പെയിന്റ് ഒക്കെ അടിച്ച് ക്രാഫ്റ്റ് ഒക്കെ ആക്രിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ആക്രിയാണ് ഇഷ്ടം എന്നെ പോലെ. എന്താക്രിയ ഇഷ്ടം? എന്ത് സാധനം ഇഷ്ടം? നമ്മള് പിറക്കിക്കൊണ്ട് അതല്ല, നമ്മൾ എന്തെന്നാ പിറക്കിക്കൊണ്ടുവന്നാലും എന്ത് സാധനം ഇഷ്ടം? അമ്മ ഉണ്ടാക്കിയിട്ടില്ലേ? നമ്മള് കൊറേ സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? വട്ടത്തിലും പിന്നെ പൂവും കുപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ. അതിന്റെ ഏതാ ഇഷ്ടം? അത് അമ്മ അച്ഛൻ എടുത്തു തരും. ലാപ്ടോപ്പിൽ നോക്കണ്ട. ലാപ്ടോപ്പില്
പക്ഷെ ഇടയ്ക്ക് ക്യാമറ നോക്കണം കേട്ടോ. ചോദിക്കും. കാശിക്കുട്ടിനെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ നടനാരാ? ആരെ ഇഷ്ടം കാശിക്കുട്ടിനെ? അച്ഛൻ കോക്കാച്ചല്ല, സിനിമയില്ലേ, സിനിമയിൽ ഇങ്ങനെ പാട്ടൊക്കെ കാണൂലേ കൊറേ പേരുടെ, അതിനകത്ത് ആരിഷ്ടം? വരും അമ്മ കാണിച്ചരാ. കാശി ഇങ്ങനെ പയ്യെ വരക്കണം എന്നാലേ വരുള്ളൂ. അമ്മ കാണിച്ചരാ. ദേ കണ്ട ഇങ്ങനെ ഇങ്ങനെ മർത്തി പിടിക്കണ. കൈ പിടിച്ചേ. ആയിട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചു അവനോട്, അവൻ പറഞ്ഞോളൂ. കണ്ട ഇത് വിളിച്ചേ. കാശിക്കുട്ടിനെ ഏറ്റവും ഇഷ്ടമുള്ള മിഠായി ഏതാ കാശിക്കുട്ടാ? ജെംസ് മിഠായി ഇഷ്ടം. ഓ കോലുമിഠായിന്റെ ആശാനാണ് കാശിക്കുട്ടൻ. ക്യാമറ നോക്കി പറഞ്ഞോട്ടാ. പിന്നെ ഏതാ മിഠായി? പിന്നെ അടുത്ത ദിവസം ചോദിക്കേട്ടാ. അപ്പൂപ്പന്മാരൊക്കെ തിന്നുന്ന ഒരു സൈസ് മിഠായി ഉണ്ട് ഇവിടെ. സൗദിയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം മിഠായിയാണ്. അതും കാശിക്കുട്ടിന് ഇഷ്ടമാണ്. കാശിക്കുട്ടിന് അമ്മേനാണ് ഇഷ്ടം അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന സാധനമാണ് ഇഷ്ടം? അമ്മ ഉണ്ടാക്കി തന്നെ സാധനമാണ് ഇഷ്ടം അല്ലെങ്കിൽ അമ്മേനാണ് ഇഷ്ടം? കാശിക്കുട്ടിനോട് അച്ഛൻ ചോദിച്ചേട്ടാ, കാശിക്ക് അമ്മേനാണ് ഇഷ്ടം അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന സാധനമാണ് ഇഷ്ടം? കാശിക്കുട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള ടോയ് ഏതാ? കളിപ്പാട്ടം ഏത് കളിപ്പാട്ടം പറഞ്ഞ ഇഷ്ടം? കാശിക്ക് ഏത് കളിപ്പാട്ടം ഇഷ്ടം എന്ന് പറഞ്ഞേ? കണ്ണടച്ചിട്ട് നീ ഏത് കളിപ്പാട്ടം ഇഷ്ടം എന്ന് പറയാ. ഇത് ക്യാമറ നോക്കി പറഞ്ഞ ഏത് കളിപ്പാട്ടം ഇഷ്ടം? അങ്ങനെ നിൽക്കാൻ വരൂല. അമ്മ സൂത്രം പറഞ്ഞു തരട്ടെ ഇങ്ങനത്തെ വരാനുള്ളത്? എന്നാ ഏത് കളിപ്പാട്ടം ഇഷ്ടം എന്ന് പറ അവരോട്. കാശിക്ക് ഇഷ്ടം ഏതാന്നറിയോ കളിപ്പാട്ടം? കമ്പിയല്ലേ ഇഷ്ടം? ആണോ? കാശിക്ക് എന്താ ഇഷ്ടം? കാശി വഴക്കിട്ട് ഗൈസ്, വഴക്കിട്ട് പോയി. കാശിക്കുട്ടൻ വഴക്കിട്ട് പോയി ഗൈസ്. അപ്പൊ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളൂ. അപ്പോഴേക്കും കാശിക്കുട്ടൻ വഴക്കിട്ട് സ്ഥലം വിട്ട്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആക്കിയിട്ട് നമ്മൾ വേണേ അടുത്ത ദിവസം ഇടാം. കാശി ഇപ്പൊ നല്ല മൂഡിലല്ല അല്ലേ? പോയി കിടന്നു ഗൈസ്. അന്നൊരു ടാറ്റ കൊടുത്തേ. നാളെ പറയാന്ന് പറയാ. ബാക്കി പറഞ്ഞ കേക്കുള്ളവര് ക്യാമറ നോക്കി പറ. അതുകൊണ്ട് നാളെ പറയാന്ന് പറ. ഇത്രേ ഉത്തരം പറയാൻ പറ്റുള്ളൂ പറ. അങ്ങനെയല്ല, മര്യാദക്ക് പറയും. കാശിക്കുട്ടൻ മടുത്ത്, അതുകൊണ്ട് ഇനി നാളെ പറയാ ബാക്കി ഉത്തരം എന്ന് പറയും. ബാക്കി ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കി പറയേ. അതിനകത്തല്ല, അവിടെ നോക്കി പറ. അതൊക്കെ ഓണ. കാശി പിടിച്ചിട്ട് മൈക്ക് ഓഫാക്കി ഗൈസ്, ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് അവൻ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം, അങ്ങനെ എന്താണ്ടൊക്കെ പറയാൻ പറഞ്ഞിട്ട് അതൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കമൻറ്റ് ഓഫാക്കിയെന്ന്. മൈക്ക് അവൻ പിടിച്ച് ഞെക്കി ഓഫാക്കിയിട്ടുണ്ടായി. സോ അവൻ പറഞ്ഞതൊന്നും കേട്ടില്ല ഗൈസ്. സോ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം ഇടാം കേട്ടോ. ഇന്നത്തെ ദിവസം അവൻ ഇത്രയും ഇച്ചിരി നേരം ഇരുന്ന് അരമണിക്കൂർ ഇരുന്നില്ല, അതിന് മുമ്പ് ഇരുന്നപ്പോഴേക്കും അവൻ മടുത്ത്. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസറൊക്കെ അടുത്തൊരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയണമെന്ന് എനിക്ക് ഓർമ്മയില്ല. അവൻ മൈക്ക് ഓഫാക്കി കൈ പിടിച്ചിരിക്കുകയാണ് ഗൈസ്, ഞാൻ ശ്രദ്ധിച്ചില്ല. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കൂട്ടുകാരെ. കാശിക്കുട്ടിന് ഇപ്പോൾ ബായ് ഒക്കെ പറയൂ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.